ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെരി ഗുഡ് മോർണിംഗ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരുടെയും ആരോഗ്യം എനിക്ക് മുഖ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നും നിങ്ങളൊക്കെ ഓർക്കണമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. ഞാൻ പെടില്ലേ ആയിക്കോട്ടെ. അപ്പോൾ എന്താണ് ഇന്നത്തെ പാചകം? ഇന്ന് മീൻകറിയാണ്, അയലക്കറി. എന്താണ് മത്തിയല്ല നമ്മൾ വെച്ച് അയലക്കറി. അതിന് ഇതാ മീൻ വെട്ടി ഇതിൽ കുറച്ച് മുളക് പൊടി, ഉപ്പും മഞ്ഞളും ഒക്കെ തേച്ച് വെച്ചതാണ്. നേരത്തെ നേരാക്കിയത് കാരണേ. പിന്നെ കുടംപൊടി, ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അല്ലേ? അതെ. പിന്നെ മുളകും മല്ലി, ഒരു സ്പൂണ് നാളികേരം, അതായത് അധികം ഒന്നും കൂട്ടരുത്. ഒരു സ്പൂണ് നാളികേരം പച്ചക്ക്, മുളകും മല്ലി, ചെറിയ ഉള്ളി. എങ്ങനെയാ പച്ചക്കാക്ക്? അല്ല, വറുത്തിട്ടൊക്കെ അരക്കില്ലേ, ഒരു സ്പൂണ്. അതായത് ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കൊഴുപ്പിന് വേണ്ടിട്ട് ഒരു ചെറിയ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് മല്ലി മുളക് ഇടാം. ഒരു സ്പൂണ് നാളികേരം ഞാൻ കൂട്ടിയിട്ടുണ്ട്. മഞ്ഞൾ, നാളികേരം, ചെറിയുള്ളി, പിന്നെ മഞ്ഞള്, അത്ര തന്നെ കൂട്ടി അരച്ചു വെച്ചതാണ് കേട്ടോ. അതായത് മുഴുവൻ മുളകും മല്ലിയാണ്, അതായത് പൊടിയല്ല. അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിച്ചു. സ്റ്റൗ ചൂടാകട്ടെ. സ്റ്റൗ കത്തിച്ച് ഞങ്ങളോട് പറഞ്ഞില്ല? പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു. അല്ലമ്മ, ഞാൻ ചോദിച്ചതാണ്, എന്നെ പറഞ്ഞ പോലെ തോന്നിയില്ലേ സ്റ്റൗ കത്തിക്കട്ടെ? അമ്മ ഒരു കാര്യം എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു ചൊല്ലുണ്ട്, അമ്മ കേട്ടിട്ടുണ്ടോ? പാചകത്തിന്, ഈ പാചകം ചെയ്യുന്നവർക്കും പാചകത്തിനും ഈ ചെയ്യുന്ന പാചകല്ലേ, അതുകൊണ്ട് പോലും മനുഷ്യന് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അമ്മ കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് എന്താ അത്? ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പോ ഈ ഒരു പാചകല്ലേ, ഇതിൽ പോലും മനുഷ്യന് ഒരുപാട് പഠിക്കാനുണ്ട്. അതറിയാം അമ്മയ്ക്ക് എന്താന്ന്? ഒരുപാട് ഈ നമ്മൾ വെക്കുന്ന ഓരോ ഐറ്റം ഇല്ലേ, ആ ഓരോ ഐറ്റം കൊണ്ട് നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട്. അറിയാം അമ്മയ്ക്ക്? ഫോർ എക്സാമ്പിൾ കേട്ട് നോക്കൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടില്ല അമ്മ? ഇഡ്ഡലി പോലെ വെളുക്കെ ചിരിക്കണം. എങ്ങനെ? ഇതപ്പം അമ്മ ചിരിക്കില്ല, അമ്മ ഏതാണ്ട് ഒരു ഇഡ്ഡലി പോലെയാണ്. അപ്പൊ ഇഡ്ഡലി പോലെ വെളുക്കെ ചിരിക്കണം. എത്ര മറിച്ചിട്ടാലും ദോശ പോലെ ക്ഷമ വേണം. ദോശനെ കണ്ടില്ലേ? എത്ര പ്രാവശ്യം മറിച്ചിടും, അങ്ങോട്ടും മറിച്ചിടും ഇങ്ങോട്ടും മറിച്ചിടും. ക്ഷമയുണ്ടോ അതിന്? വളരെ ക്ഷമയല്ലേ? അതേപോലെ രണ്ട് വശത്തു നിന്നും പൊതിരെ ഇടി കിട്ടിയാലും പൊറോട്ട പോലെ സഹിക്കാൻ പഠിക്കണം. പിന്നിൽ നിന്നും കുത്തു കിട്ടിയാലും പുട്ടുപോലെ മുന്നോട്ട് പോകണം. അപ്പൊ ഇതും കൂടി നമുക്ക് എത്ര പഠിപ്പിച്ചു തരുന്നില്ലേ? അപ്പൊ ഇതൊന്നും നമ്മ കേട്ടിട്ടില്ല? അതുപോലെ കടലിൽ നിന്ന് പിടിച്ച് കുടലെടുത്ത് നടുമുറിച്ച് മുളക് തേച്ചാലും മത്തി പോലെ രുചി വേണം. ഇത് മത്തിയോ അല്ല മീന് പോലെ ഒരു രുചി വേണം. മനസ്സിലായില്ലേ? ഇത്രയും നിങ്ങൾ ഉണ്ടാക്കണ പാചകത്തിന് ഉണ്ടാവുമ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് മക്കളോ ഭർത്താവോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടരുത്, ക്ഷമ വേണം. ക്ഷമയുടെ ഒരു പാഠം കൂടിയാണ് പാചകം. കേൾക്കും അമ്മ, ക്ഷമയുടെ ഒരു പാഠം കൂടിയാണ്. എന്ത്? ക്ഷമയുടെ ഒരു പാഠം കൂടിയാണ് പാചകം. അപ്പൊ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് ഉണ്ടാക്കണം നിങ്ങളത് പഠിക്കുന്നില്ല? സോ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും കുശുമ്പൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ഇത്തിരി എന്തെങ്കിലും കൊമ്മലൊക്കെ മക്കൾ വന്ന് പറയുകയാണെങ്കിൽ സഹിക്കണം. അത് സ്വാഭാവികമായി നിങ്ങൾ പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അമ്മാന്നൊന്ന് വിളിക്കുമ്പോഴേക്കും ദേഷ്യപ്പെടരുത്. അല്ലെങ്കിൽ ഭർത്താവ് അവിടുന്ന് അപ്പൊ അമ്മടൊക്കെ എൻ്റെ ഒക്കെ അച്ഛനായി ഒന്ന് അമ്പുജാന്നൊക്കെ എന്നെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ബേബിന്ന് വിളിച്ചാലും കുട്ടീന്ന് വിളിച്ചാലും എന്തെങ്കിലുമൊക്കെ വിളിച്ചാലും അപ്പോ ശല്യം എന്ന് പറയരുത്. ഞാനിവിടെ മഹത്തായ പാചകങ്ങളൊക്കെ ചില ദിവസം അമ്മക്കാക്കി ആക്കി തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അമ്മ വിളിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ടോ? ഏതെങ്കിലൊക്കെ ചെറിയ പാചകമൊക്കെ ഉണ്ടാവില്ലേ? അല്ല അതിപ്പോ ഇങ്ങനെ നാണം കെടുത്തണം, അമ്മയ്ക്ക് അറിയാലോ. എഗ് ബുർജി, അത് രണ്ടും ഒന്നെ. ഗ്രൗണ്ട് നട്ട് മസാല, ബേൽപുരി, ബ്രെഡ് ഓംലെറ്റ് അല്ല, ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച്. ഇപ്പോൾ ഇത്ര ആയാൽ മതി.
ഇനി നമുക്ക് ഇതിപ്പോൾ മൂക്കൊന്നും വേണ്ട, ഇത് വെറുതെ അതിൽ ഇടണം എന്നുള്ളത്. എന്താ പറഞ്ഞാൽ നമ്മളിത് ഇതിനിത് നേരെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിനും നമ്മൾ മനുഷ്യന്മാരായാലും കൂടുതൽ മൂപ്പിക്കരുത്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. അല്ലമ്മ, എന്തൊരു സാധനത്തിനും ഇപ്പോൾ ഇതിനെങ്ങനെയാണോ അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാരെ മൂപ്പിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതും പഠിക്കാണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് പറഞ്ഞില്ല ഇതിന് കൂടുതൽ മൂപ്പിക്കേണ്ട പറഞ്ഞില്ലേ. അതുപോലെ ആരെങ്കിലും എന്തായാലും പറഞ്ഞവരെ മൂപ്പിക്കരുത്, ദേഷ്യം വരുന്ന പോലെ മൂപ്പിച്ച് ദേഷ്യം വരത്തില്ലേ, ചെയ്യരുത്. അതും പാചകത്തുനിന്ന് പഠിക്കാണ്ട് കണ്ടോ. പിന്നെ കണ്ടില്ലേ ആ അരപ്പ് വെള്ളം എടുത്ത് അമ്മ അങ്ങനെ ഒഴിക്കണത്, അതെന്താ പറഞ്ഞാൽ ഒന്നും നമ്മുടെ ആവശ്യമില്ലാണ്ട് കളയരുത്. അതും ഇതൊന്ന് പഠിക്കാനില്ലേ. അപ്പൊ എന്തോരം പഠിക്കാണ്ടമ്മ. ഈ കറി എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം പോലെയാണ്. അതായത് എല്ലാ കറി ഇങ്ങനെ കുറുകിയിട്ടൊക്കെ ഉണ്ടാവില്ലേ, പക്ഷെ ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് ടേസ്റ്റ്. അത് ഞങ്ങളുടെ കൂട്ടിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അമ്മയ്ക്ക് തൊണ്ടവേദന ഉണ്ടല്ലോ, പക്ഷെ അമ്മയുടെ ശബ്ദം ശരിയുണ്ടല്ലോ. എനിക്ക് തൊണ്ടവേദനയല്ല, എന്താ ശബ്ദം എന്താ ശരിയാവത്ത്? അതിന് തൊണ്ട അടച്ചിരിക്കണം മോനെ ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ഇത് പാടത്ത് ഉപ്പിടുക, പാകത്തിന് ഉപ്പിടുക. അതിപ്പോ നമുക്കറിയില്ല അമ്മ. കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഈ പുളി, കുടംപുളിയാണ്, അതും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ. അപ്പൊ അത് നന്നായിട്ട് പുളിവെള്ളമൊക്കെ തിളച്ച് വേണം. ഇപ്പൊ അമ്മ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാചകത്തിൽ തന്നെ അമ്മക്ക് എന്തൊക്കെ പഠിക്കാണ്ടായിരുന്നല്ലേ? എന്നുവെച്ചാൽ അമ്മ തന്നെ ചെയ്യുന്ന പാചകത്തില് ഇപ്പൊ മീൻ കറി തന്നെ ആവട്ടെ, നമ്മൾ വെക്കുമ്പോ എല്ലാത്തിനും നമ്മൾ വലിയ മുളക് ഇതൊക്കെ തന്നെ ഇടുക. ചില വ്യത്യാസങ്ങൾ അതല്ല എൻ്റെ പൊന്നമ്മ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പൊറോട്ട ഇഡ്ഡലിയൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, അവറ്റങ്ങൾ നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? വെറുതെ നമ്മൾ കടിച്ച് ചമക്കണം. നമുക്ക് അവറ്റങ്ങളുടെ ആ ഓരോ രീതികൾ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര പഠിക്കാനുണ്ട്. അതേപോലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് വരുന്നൊരു സമയം എന്ന് വിചാരിച്ചൂടെ. ഏറ്റവും കൂടുതൽ സമ്പത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഓടി വന്നെത്തി അമ്മേ, ചേച്ചി, അച്ഛ, ഏട്ടാന്നൊക്കെ പറയും. നിങ്ങളിത്തിരി ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. അവളുടെ മനസ്സെനിക്ക് അറിയാമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ വരിയായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴാണത്? കാശ് സംസാരിക്കുന്ന കാലം. കാശ് സംസാരിക്കുന്നത്ര ഈ ലോകത്ത് ഒന്നും സംസാരിക്കില്ല. അന്ന് നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ. നിങ്ങളുടെ അടുത്ത ബന്ധു അകന്ന ബന്ധുവിനൊക്കെ നിങ്ങൾ ശരിക്കും ചീത്ത പറഞ്ഞോളൂ. അവരെന്ത് പറയോ? അതൊന്നും കുഴപ്പമില്ല. അവളുടെ മനസ്സ് ഞങ്ങൾക്ക് അറിയാൻ പറയാം. അവർ സംസാരിക്കണതല്ല, നിങ്ങളുടെ പട്ടികയുടെ കാശ് നാളെ അവൻ്റെ കീശയിലേക്ക് പോകുമെന്ന് പറഞ്ഞ വിശ്വാസം സംസാരിക്കണത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇപ്പം ഇത്രയും വലിയൊരു ദുരിതം നടന്നുകൊണ്ടിരിക്കണ ഈ കേരളത്തിൽ എവിടേക്കൊക്കെ അമ്മ ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ഒരു മിനിറ്റ് ഞാൻ പറയാം, എന്നിട്ട് അമ്മ പറയൂ. ഞാൻ എൻ്റെ തുടക്കം നമ്മ കിട്ടുകയല്ലേ, ശരിയാണല്ലോ, പറയാൻ ഉദ്ദേശിച്ചാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചില വീടുകൾക്ക് വിളിക്കുമ്പോൾ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ ചിലരൊക്കെ വിളിച്ചത്. കാരണം അവരൊന്നും അങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടില്ല കൂടുതൽ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ അവർ അതിശയം ഈ നമ്പർ കിട്ടിയോ, എവിടുന്ന് കിട്ടി, അങ്ങനെ ആരാണ്, അമ്പുചേച്ചിയാണോ അല്ലെങ്കിൽ അമ്പുജാണോ എന്ന് തോന്നുന്ന ഒരുപാട് പേര് അമ്മേനെ വിളിച്ചിട്ടുണ്ട്, അമ്മ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരിലൊക്കെ ശരിക്കും ഓരോ സാഹചര്യം ഞാൻ പറഞ്ഞില്ല, പൈസ ഉള്ളപ്പോൾ നമ്മളെ ഒരുപാട് പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഇല്ലാത്ത സ്നേഹങ്ങൾ, തല്ലി ഓട്ടിയാലും പോകാത്ത സ്നേഹമൊക്കെ ഈ ലോകത്തുണ്ടെന്ന് അന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ഇനിയൊരു പാഠം കൂടി നമ്മൾ പഠിക്കും. എന്ത് പറയും? ചിലർക്കൊക്കെ ആരും ഇല്ല എന്നൊരു തോന്നൽ വന്നു, അവർക്കൊക്കെ ഒരു ഫീലായി, ചിലർ ഭയങ്കര ദുഃഖം പ്രകടിപ്പിച്ചു എന്നൊക്കെ അമ്മ പറഞ്ഞു. അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച എത്രയോ ദൂരെയുള്ള കുറച്ച് ആൾക്കാർ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ സ്നേഹവും കാണിച്ചു. അപ്പോൾ ഇതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇപ്പോൾ ഇവിടേക്ക് ആദ്യം നമുക്ക് വന്ന ഫോൺ കാലിനെ കുറിച്ച് പറയാം. കർണാടകയിൽ നിന്ന് ഒരുപാട് നമ്പറുകൾ, ചില നമ്പറൊന്നും എനിക്ക് അറിയില്ല, ഇത് ആരുടെയെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്തായാലും എടുത്തപ്പോൾ അവർ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കേട്ടപ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷമായി. എന്താ അറിയോ, ഇവർക്ക് ഇങ്ങനെ കിട്ടി എൻ്റെ നമ്പർ. അതായത് എനിക്ക് അവരെ കുറിച്ച് വലിയ നമ്പർ എൻ്റെ കയ്യിലും ഇല്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം എനിക്ക് എന്താ അത്, ഞാൻ ഇങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ എങ്ങനെ വിളിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചില്ലേ. അങ്ങനെയുള്ള ചിലരൊക്കെയാണ് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ എങ്ങനെ വിളിച്ചു എന്നുള്ളത് അറിയില്ല. അപ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷമായി. കാരണം അവരുടെ നമ്പർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ ഞാൻ ആ ഫോൺ കാർഡൊക്കെ വന്നു, അതിന് ശേഷം ഞാൻ എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അത് അങ്ങനെ അതാണ് ഒരാളുടെ സന്തോഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്. അവർ എന്നും ഒന്നും വിളിച്ചിട്ടില്ല, ചിലപ്പോൾ എന്നോ വിളിച്ചതാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ അവരുടെ വിചാരം എന്താ അറിയോ, കേരളം മുഴുവൻ എങ്ങനെയാണ്, നമ്മളും നല്ല ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയുള്ള മനസ്സിലെ ആ ഒരു കരുതലും സ്നേഹമാണത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി, കണ്ണ് നിറഞ്ഞെന്ന് പറയാം, അത്രത്തോളം സന്തോഷമായി. അതേപോലെ ഞാനും ചെന്നനെ എപ്പോഴും ഒന്നും വിളിക്കാറില്ല.
ഒരു 2-3 മാസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ സമയത്ത് എനിക്ക് തോന്നിയല്ലോ അവരിയ്ക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അങ്ങനെ തോന്നിയപ്പോൾ ചിലരൊക്കെ ഞാൻ വിളിച്ചു, അങ്ങനെയുള്ള താമസിക്കേണ്ട സ്ഥലത്തുള്ളവർ എങ്ങനെയാണ് ചിലരൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നീട് അവർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, അത് വേറെ കാര്യം. അത് വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഇതേപോലെ അവർ പറയാ, ചേച്ചി വിളിച്ചല്ലോ ചേച്ചിയെ, ഞങ്ങളുടെ ഇങ്ങനെ ആ ആൾ വിളിച്ചില്ല, ഈ ആൾ വിളിച്ചില്ല, ഒരുപാട് വിഷമമായി. എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രത്തോളം സ്നേഹമുള്ള അവർ ഇത്രയും അടുത്ത ബന്ധമൊക്കെ ആയിട്ടും കൂടി വിളിച്ചില്ല. ചേച്ചി വിളിച്ചല്ലോ, ചേച്ചി ഇത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട്, എന്നിട്ട് ഇങ്ങനെ വിളിച്ചല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് എന്ത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുക എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു 5-6 പേരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അവരങ്ങനെ ഒരു സന്ദർഭത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊന്നും ഉള്ളതില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പം അവരിത് കാണുമല്ലോ, കാണുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവട്ടെ. അതെന്താ പറഞ്ഞാൽ നമ്മളെന്തിനാണ് ഒരാൾ വിളിച്ചില്ല, നമ്മളെ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം എന്താ പറയുക, അവരുടേതായ ഒരു സ്വഭാവ രീതിയോ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് അങ്ങനെയുള്ള കരുതലില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് അതിന് സൗകര്യപ്പെട്ടില്ല, അവർ വിളിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളത് പറഞ്ഞിട്ട് നമ്മളതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, നമുക്കൊരാളെ വിളിക്കണമെന്ന് തോന്നിയോ വിളിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് തോന്നിയോ ഒരു ആപഘട്ടത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കുക. അല്ലാണ്ട് അവർ വിളിച്ചില്ല, അവർ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ, അവർക്ക് ഇങ്ങനെയൊന്നും വരുമ്പോൾ എനിക്കും അങ്ങനെ ഒരു തോന്നലൊന്നും മനസ്സിൽ വേണ്ട. എന്താ പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് അത്രയുണ്ട്. എന്താ പറഞ്ഞാൽ ഈ എന്താ പറയുക, തേൻ പുരട്ടി പുഞ്ചിരി കാട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, ചുണ്ടിൽ തേൻ പുരട്ടിയിട്ട് പുഞ്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹൃദയത്തിൽ അതായിരിക്കില്ല അവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം. അപ്പം പിന്നെ അവരത് വിളിക്കില്ല. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എന്തിനാണ് ഒരാളിങ്ങനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ട് എന്താ നമ്മുടെ ബുദ്ധിമുട്ടുകളും, ഒരു സമാധാനം നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളോട് കരുതലുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അതൊരു വലിയ കാര്യമാണ്. പക്ഷെ ഒന്നുണ്ടമ്മ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കാം. അമ്മ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം. നമ്മളൊന്നും ശ്രീനാരായണ ഗുരുസ്വാമി അല്ല, വിവേകാനന്ദ സ്വാമി അല്ല, പള്ളിയിലച്ചനോ അല്ല, മുല്ലാക്കിയല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം അമ്മേനോട് പറയട്ടെ. എല്ലാവർക്കും അങ്ങനെയുള്ള മനസ്സുണ്ടാവണമെന്നില്ല അമ്മ. എന്താ പറയുക, നമുക്ക് ഒരു ആപത്ത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആജ്ഞയാണെന്നറിയോ അമ്മയ്ക്ക്? കേൾക്കൂ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു വിളി. ഇനിയിപ്പോൾ വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മെസ്സേജ്. ഇന്ത്യയിലുള്ള ആർക്കും വിളിക്കാൻ 5 പൈസയുടെ ചിലവില്ല. ഇപ്പോൾ മാസം ഒരു നെറ്റ് കയറ്റിയ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോകമെമ്പാടുള്ള എവിടെയെങ്കിലൊക്കെ മുക്കുള്ള ആൾക്കാർക്കും ഇനി വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇത്ര കാലം ഞാൻ സ്നേഹിച്ച് നെഞ്ഞിലേറ്റ് നടന്നത്, ഞാൻ ഈ വിചാരിച്ച ഒരു ലെവലേഷൻ സ്നേഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രദേശം എങ്ങനെയാണ്, നിങ്ങൾ മുങ്ങിയോ, നിങ്ങൾ ചത്തോ, നിങ്ങൾ എണിച്ചോ എന്നറിയാൻ ഒരു ഫോൺ കോളോ ഒരു മെസ്സേജും കൂടി അയക്കാണ്ട് എവിടെ ഇരുന്നവർ അവരവരുടെ രീതിയിൽ പൊക്കോട്ടെ എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ, എൻ്റെ മനസ്സ് പറയണത് ഇതൊരു പാഠമാണ് ദൈവം നൽകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, അമ്മ പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. നല്ല പുഞ്ചിരി, തേൻ പരട്ട ചുണ്ടോട് കൂടിയിട്ട് വിഷം കക്കുന്ന നെഞ്ഞിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. കാരണം അങ്ങനത്തെ ആൾക്കാരെയൊന്നും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഞാൻ മരിച്ചാൽ കരയുന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷിക്കുന്നും പ്രതീക്ഷിക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെ ഒരിക്കലും വെറുക്കാനും പാടില്ല. ഞാൻ കൊണ്ടു നടക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് അവരൊക്കെ. എന്ന് വെച്ചാൽ ചില ബന്ധുക്കളാവാം, ചില സുഹൃത്തുക്കളാവാം. അതുകൊണ്ട് അവർ ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷെ അവർ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കും, നീ ഒന്നും ആർക്കും സ്വന്തമല്ലാണ്. കാരണം അതെ, വിഷമിക്കരുത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മുൻകൂട്ടി ഒരു ധാരണ വേണം. എന്താ അറിയോ, ചിലർ നമ്മൾ വിചാരിക്കും നമ്മുടെയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ അല്ലാന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ സമയങ്ങൾ. ഈ സമയങ്ങൾ ചിലർ പറഞ്ഞില്ലേ അമ്മേനോട്, സങ്കടപ്പെട്ട് പറഞ്ഞില്ലേ, അവർക്കുള്ളൊരു സമയം കൂടിയാണത്. ആദ്യം തന്നെ ഒരു കോലംബിൽ അടിച്ചു, അത് കാരണം ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, അതന്നെ. അങ്ങനെയുള്ള ചില മനുഷ്യന്മാർ ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇതാണ് ജീവിതം, ഇതാണ് നിൻ്റെ ആൾക്കാർ, ഇതല്ല നിൻ്റെ ആൾക്കാർ, ഏതാണ് നിൻ്റെ ആൾക്കാർ എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന സമയം കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാശുള്ളപ്പോൾ ഓടി വന്ന് എത്തണമെന്ന് നമ്മുടെ അല്ല. സങ്കടം വരുമ്പോൾ നമ്മളൊന്ന് വിളിക്കാണ്ട് ഒരു മെസ്സേജ് എന്തെൻ്റെ പൈസ. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അയ്യോ വിളിക്കാൻ കാശില്ല അങ്ങനെയൊക്കെ പറയും. ഇന്ന് അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? ഇന്ന് ദൈവം കാണിച്ചു തരുന്ന ഓരോ സാഹചര്യങ്ങളില്ലേ, ഈ പണക്കാരനാവുമ്പോഴും നീ ഒന്നുമില്ലാതാവുമ്പോഴും മരണത്തിൻ്റെ വക്കലിരിക്കുമ്പോഴൊക്കെ ദൈവം നമുക്ക് പഠിച്ചു തരുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. എന്താ അറിയോ, നീ പഠിക്കണം എന്നുള്ളത് അല്ലേ. ഇവിടുന്ന് നീ പഠിക്കണം, ഇവിടെ നിന്ന് നീ മുന്നോട്ട് പോകണം.
ഇതാണ് ജീവിതം, ഇതാണ് നിൻ്റെ ആൾക്കാർ, ഇത് നിൻ്റെ ആൾക്കാരല്ല എന്ന് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ അമിതമായ വിശ്വാസം, എന്ത് ഇന്ന ആൾ എൻ്റെയാണ്, അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കരുത്. കാരണം ഞാൻ അമ്മേനെ സ്നേഹിക്കുകയാണെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി അമ്മേനെ സ്നേഹിക്കുക തന്നെ ചെയ്യുക. അമ്മ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരു നിർബന്ധം പിടിക്കാൻ പാടില്ല. അത് ഏത് കാര്യത്തിലും അമ്മ മകൻ എന്നല്ല, ലോകത്തെ ഒരു ബന്ധത്തോടും നമ്മൾ ഞാൻ കൊടുക്കുന്ന സ്നേഹം തന്നെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതും പാടില്ല. പക്ഷെ പ്രതീക്ഷകൾ ഒരുപാട് വെക്കാൻ പാടില്ല എന്നൊരു പാഠം നമ്മൾ ഈ സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഓരോ സൂചനകളും ഓരോ പരീക്ഷണങ്ങളുമാണ് നമ്മുടെ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും, അല്ലേ? ആ ഒരു പരീക്ഷണത്തോടു കൂടി വേണം നമ്മുടെ ജീവിതത്തെ പഠിക്കാൻ. നമ്മൾ ഒരു പുസ്തകം കൊണ്ട് വായിച്ചാലും ജീവിതത്തെ ഒരുപാട് പഠിക്കാൻ പറ്റില്ല അമ്മ. ഏത് ഗുരുകുലത്ത് പോയിട്ടും പഠിക്കാൻ പറ്റില്ല. ജീവിത അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരുകുലം, അല്ലേ? അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങൾ ചിലരിങ്ങനെ ചിന്തിച്ചിരിക്കും. ആ ചില ദുഃഖിതരായ വ്യക്തികൾ എൻ്റെ ആരൊക്കെയോ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദുഃഖത്തോട് കൂടിയിട്ട് എന്തുകൊണ്ട് അവർ വിളിച്ചില്ല, അങ്ങനെ ഒരു സമയത്ത് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞാൽ അവരിൻ്റെ ഉള്ളിലെ ഒരാളാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥലം കൊടുത്തിട്ടുള്ള കുറച്ച് വ്യക്തികളാണെന്നുള്ള തോന്നലായിരുന്നില്ലേ അവർക്ക്? അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? അതെന്താ അറിയോ, ഞാനിപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, അപ്പോൾ അവർ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിഷമം തോന്നാൻ എന്താണ് കാരണം? നീ പറഞ്ഞ പോലെ അമിതമായ പ്രതീക്ഷ. അവര് എനിക്ക് ഒരു കഷ്ടം വരുമ്പോൾ എൻ്റെ ആവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാവും, അവരുടെ മനസ്സ് വിഷമിക്കും, അവരെന്നെക്കുറിച്ച് അന്വേഷിക്കും. എപ്പോഴും വിളിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു അമിതമായ വിശ്വാസം. അത് ആരുടെ മേലെയും നമ്മൾ അമിതമായി വിശ്വസിക്കരുതെന്നാണ് പറയുക. പക്ഷെ നമ്മൾ അതുപോലെ ആവരുത്. അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ തള്ളിക്കളയരുത്. അവരെ നമ്മൾ എങ്ങനെയാണോ അവരെ സ്നേഹിച്ചത് അതുപോലെ തന്നെ സ്നേഹിക്കുക. പക്ഷെ നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾ അത് കുറച്ച് കുറയ്ക്കുക. അതായത് ആ പ്രതീക്ഷകൾ കുറഞ്ഞു, നിങ്ങൾ എൻ്റെ ആരും അല്ല എന്നുള്ള തോന്നലും നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത്. അപ്പം നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നെ കരുതലോടെ നോക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നിന്നെയല്ല പറഞ്ഞത്, അപ്പൊ എനിക്ക് നിർമ്മലമായ ഒരു സ്നേഹത്തോടെ നിന്നെ സമീപിക്കാൻ പറ്റില്ല. നിർമ്മലമായിട്ട് വന്നാൽ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെയല്ലടാ, എന്താ പറയാ, ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ നിസ്വാർത്ഥ നിർമ്മലം ഒക്കെ തന്നെയാണ്. അപ്പൊ എന്താ പറയുക, നീ ഒരു കളിയാക്കിയിട്ട് ഞാൻ പറയുന്നത് അമ്മ ഏതോ നിർമ്മല ചേച്ചിനെ ആരെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുന്നത് അതല്ല. അപ്പൊ നമുക്ക് എന്താ അറിയാം, നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നോട് എനിക്ക് അമിതമായ വിശ്വാസം വേണ്ട. നീ എത്ര എന്നെ സ്നേഹിക്കണോ അതെനിക്ക് വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിച്ച് നിന്നിൽ അമിതമായ വിശ്വാസം അർപ്പിക്കാതെ നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒന്നും ഓർക്കാതെ നിന്നെ ഞാൻ സ്നേഹിക്കുക. അപ്പൊ എനിക്കൊരു ആത്മാർത്ഥത ഉണ്ടാവുമല്ലോ നിന്നെ സ്നേഹിക്കുന്നതിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അവര് എന്നെ സ്നേഹിക്കണം, ഞാൻ കൊടുത്ത സ്നേഹത്തിന് ഇരട്ടി സ്നേഹം എനിക്ക് ഇങ്ങോട്ട് തരണമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ആരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടും യാചിക്കാനും പാടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവര് നമ്മളെ സ്നേഹിക്കാണ്ടിരിക്കുന്നത് അവരുടെയാണ്, അത് അവരുടെ ജോലിയാണ്, നമ്മുടെ അല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കൂ നമ്മൾ യാചിച്ചു വാങ്ങരുത്. സ്നേഹം ഒരിക്കലും ഭിക്ഷയല്ല, അതൊരു ത്യാഗമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരാളെ സ്നേഹിക്കാൻ ഒരു മനസ്സ് വേണം. ഞാൻ പറയണത് ഒരു നിധിയാണത്. അറിയാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നിധി നമ്മൾ പ്രതീക്ഷിച്ച് പോയിട്ട് ഇന്നേൻ്റെ ചോട്ടിൽ നിധി ഉണ്ട് എന്ന് പറയണമല്ലല്ലോ. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു സ്നേഹം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ദൈവം നൽകുന്ന നിധിയാണ്, അല്ലേ? പിന്നെ നമ്മുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള ത്യാഗം തന്നെയാണ്. നമ്മൾ കൊടുക്കുക, അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മളൊരാൾക്ക് എന്തോ നമ്മൾ ഇഷ്ടം കൊണ്ട് നൽകുമ്പോൾ നാളെ പൈസ അല്ല കേട്ടോ, പൈസ ഒരാൾ നൽകുമ്പോൾ പ്രത്യേകിച്ച് പറയും നാളെ തിരിച്ചു തരണം കേട്ടോ, അതല്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഇഷ്ടമായൊരു സാധനത്തിന് അവർക്ക് കൊടുക്കുമ്പോൾ ഇതെൻ്റെ വക നിനക്ക് സമ്മാനമാണെന്ന് കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ മനസ്സിന് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത്, അല്ലേ? ഇതെൻ്റെ സമ്മാനം, നീ സുരക്ഷിതമായി നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇനി അവർ അതുകൊണ്ട് ഫുട്ബോൾ കളിക്കണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ, അല്ലേ? അല്ലാതെ പോയിട്ട് എനിക്ക് സ്നേഹം തരൂ എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ യാചിക്കാനും പാടില്ല. അത് നല്ലതല്ല. സ്നേഹം വേണ്ടേ? അപ്പൊ അവര് നമ്മളെ പരിഗണിച്ചില്ലാന്ന് വെച്ചോ, നമുക്കതിന്റെ പരിഗണന വേണ്ടാന്ന് നിശബ്ദമായി പിന്മാറുക. നിശബ്ദമായിട്ട് നമ്മൾ ആ പടിവാതിൽ ഇറങ്ങി വരികയെന്നോ എന്താ പറയില്ലേ, അതായത് അവരുടെ വീടിന്റെ പടിവാതിലല്ല, ഹൃദയത്തിന്റെ പടിവാതിൽ, അതിന് ഇറങ്ങി നമ്മൾ ദൂരെ വരിക. പക്ഷെ അവരോടുള്ള നമ്മുടെ സ്നേഹം അപ്പോഴും നിലനിൽക്കണം നമ്മുടെ മനസ്സിൽ. കാരണം നമ്മളൊരു കാലത്ത് അവരെ നമ്മൾ സ്നേഹിച്ചതാണ്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതാണ്,
അവര് നമ്മുടെ സ്വന്തം എന്ന് കരുതിയതാണെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയും എല്ലാം നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള സ്നേഹമൊക്കെ ഉണ്ടാവണം. അല്ലാണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകും. നമ്മുടെ സ്നേഹം വേണ്ട, അപ്പൊ നമ്മള് പിന്മാറുക. അത്രേ കുറിച്ച് അല്ലെങ്കിൽ എന്തായാലും ബുദ്ധിമുട്ടറിയോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സർവേശ്വരനും ഇല്ലേ, അവൻ വിചാരിക്കും ഇങ്ങനെ അല്ലല്ലോ നീ 3-4 കൊല്ലം മുമ്പ് പറഞ്ഞത്, അവനെയും കൂടി സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ മാറിയോ? ഈ മാറി വരുന്ന മനോഭാവമുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് മുമ്പ് പറയും. ഇപ്പൊ നിനക്ക് വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, നാളെ നിന്നെ എന്താ പറയുന്നത്, നിനക്ക് വേണ്ടി അല്ല എന്ത് ഉദാഹരണം പലഹാരമാണെങ്കിൽ എനിക്ക് തന്നെയാണല്ലോ നമ്മ തരിക, പറഞ്ഞോളൂ. ഞാൻ വേണ്ട. ഇപ്പൊ എന്റെ ഏതൊരു നല്ലൊരു കൂട്ടുകാരി, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ദൈവമേ അവളെ കാത്തുകൊള്ളണേ, എന്നെ പോലെ തന്നെ അവളും അങ്ങനെയുള്ള വിചാരത്തിൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവള് എന്റെ സ്നേഹം അവൾക്ക് വേണ്ടാന്ന് വെച്ചു, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ എന്റെയോ അച്ഛൻ്റെയോ ആരോ, അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ അവർക്ക് വേണ്ടി നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ദൈവത്തോട്, ദൈവമേ അവരെ കാത്തുകൊള്ളണേന്ന്. എന്നിട്ട് അവരെന്തോ നമ്മളെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരകന്നു പോകുമ്പോൾ ദൈവത്തോട് പോയിട്ട് അവളെ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ല, അവള് ഞാൻ ചെയ്ത ഒരു സ്നേഹത്തിനും അവള് പ്രതിഫലം തന്നത് ഇതാണ്, അവളെ നീ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ എൻ്റെ സ്നേഹത്തിന് വില തന്നില്ല, അവൾക്ക് നീ തക്കതായ ശിക്ഷ കൊടുക്കുന്ന ദൈവത്തിനോട് പറയാൻ വേണ്ടോ? അപ്പൊ ദൈവം എന്താ പറയാ, അത് ശരി, അന്ന് നിനക്ക് അവിടെ അവനോ അവളോ നല്ലവരായിരുന്നു അല്ലേ, അപ്പൊ നീ അവർക്ക് വേണ്ടിയിട്ട് നല്ലത് പ്രവർത്തിച്ചു, ഇപ്പൊ നീ ഇങ്ങനെ, അപ്പൊ നിന്റെ മനസ്സ് അവളെക്കാളും ദുഷ്ടതാണ്, അപ്പൊ ആ എല്ലാ ശിക്ഷയും നിനക്ക് കിട്ടട്ടെ എന്ന് പറയും. എന്നിട്ട് പിന്നാമ്പറത്തെ വഴി കൂടെ ദൈവം ഇറങ്ങി പോകും. അല്ലെങ്കിൽ മൂപ്പരെ പിന്നെ നമ്മൾ പൂജിക്കുന്ന സ്ഥലത്ത് ആ ദൈവം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൂപ്പരെ കാണാൻ കിട്ടുന്നില്ല. അഥവാ ബൈ ചാൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വഴി കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ദൈവം ഇനി നീ എന്നെ എന്ത് പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ മനസ്സിന് സ്ഥിരതയില്ലാത്ത ഒരു പ്രാർത്ഥനയും അതിനൊന്നും ഒരു വിലയില്ല, ദൈവം കൽപ്പിക്കും. ഇത് ഏതാണ്ടായോ? ഇത് കുറച്ചും കൂടി പണിയില്ല. ഇനിതാ മീൻ വെന്തു. അപ്പം നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് തക്കാളി അധികം വേവണമെന്നൊന്നുമില്ല. പിന്നെ ഈ 3 പച്ചമുളക് നടുവെ കയറിയിട്ട് 4 ഇട്ടാ എന്താവും? എന്തിനാ ആവശ്യത്തിന് തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ചുകൂടി കറിവേപ്പില. നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. അതാണ് ബുദ്ധിമുട്ട്, ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അപ്പൊ ഇത് വെറുതെ ഒന്നിങ്ങനെ തലവേറിയാൽ മതി. അപ്പൊ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരുപാട് തിളക്കണം. മീനൊക്കെ വന്ന് കണ്ടോ, ഇത്തിരി അയവോടെ ഇരിക്കണം ഈ ചാറ്. കണ്ടോ അയവ്, കണ്ടോ കറിയുടെ കഷ്ണൊക്കെ. അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇത് മംഗലാപുരത്തുകാരുടെ മീൻകറിയാണ്, മാംഗ്ലൂർ. മനസ്സിലായി, മംഗലാപുരം പറഞ്ഞ എനിക്കറിയാം. മീൻ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് മുളകൊന്നും പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കണ്ട. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചാറില്ലേ, ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒന്നും കൂടി കൂട്ടി നോക്കിട്ട് പറയാം. നീ കൂട്ടിയിട്ടില്ലേ? അല്ല, ഞാനിപ്പോ അവരുടെ പ്രതിനിധി കൂടിയാണല്ലോ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കൂട്ടിയിട്ടുണ്ട്. ശരി ശരി, കറക്റ്റാണ്. എന്തിനാ വെറുതെ ചീത്ത കേൾക്കണത്? നല്ല ടേസ്റ്റാണ്. ഇല്ല, സത്യമായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് എന്താ അറിയോ, ഇതെന്റെ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് മംഗലാപുരം പോയി ഇറങ്ങി. മംഗലാപുരം പോയി ഇറങ്ങിയിട്ട് അവിടേക്ക് എൻ്റെ അച്ഛൻ കാര്യം കൊണ്ടുവന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഊണ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോകും. കേരളത്തിൽ നിന്ന് മംഗലാപുരം ട്രെയിനിൽ പോയി ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകും. മംഗലാപുരത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ ഒരു ഊണ് കഴിക്കും. അവിടെ നമ്മുടെ അച്ഛൻ വരും, കാറും കൊണ്ട് വരും. എനിക്കൊരു നൊസ്റ്റാൾജിയ, അതൊരു ഓർമ്മയാണ്. എന്നും അങ്ങനെയാണ്. അല്ലെങ്കിൽ അപ്പൊ ആ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കും ഞങ്ങൾ. അപ്പൊ ഈ കറി ഉണ്ടാവും, അയിലക്കറി തന്നെയാണത്. അയിലക്കറി ഒരു റവ ഫ്രൈ ഉണ്ടാവും, റവ ഇട്ടിട്ടുള്ള വാർത്തല മീൻ. ആ ഓർമ്മയ്ക്കാണ് ഞാനിപ്പോ ഈ കറികൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇത് ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായിട്ട് ദൈവം ഓരോ നിമിഷവും നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ എന്നും വിദ്യാർത്ഥിയായിരിക്കും. ജനിച്ച നാൾ മുതൽ നമ്മുടെ അവസാന ശ്വാസം വരെ ജീവിതത്തിൽ ഓരോ രംഗങ്ങൾ മാറിയും മറിഞ്ഞും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടുണ്ടാവും അല്ലേ. നമ്മൾ നമ്മുടെ അവസാന ശ്വാസം വരെയും പഠിച്ചുകൊണ്ടേ ഉണ്ടാവും. ഇനിയും പഠിക്കാൻ എത്രയോ ബാക്കി കിടക്കുന്നു അല്ലേ. അപ്പോൾ അന്ന് സങ്കടപ്പെട്ടവർ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലമ്മ. അപ്പോൾ ഊണ് കഴിക്കാൻ വിളിക്കില്ലേ? പിന്നെ കുറേ ദിവസമായി അമ്മ സങ്കടം വന്നിട്ട് വീഡിയോ കറക്റ്റ് ആയിട്ടിട്ടില്ല, ഊണ് കഴിക്കാനും വിളിച്ചിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഞാനിതായി മീൻകറി കണ്ടോ,
മീൻകറി ഇനി കാണിച്ചു തരുമൊന്നും വേണ്ടല്ലോ. കണ്ടല്ലോ എത്ര നേരം മീൻകറി തന്നെയല്ലേ കണ്ടത്. അപ്പൊ ഈ മീൻകറി കൂട്ടി പിന്നെ ഞാനിന്ന് ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. മീൻ വറക്കില്ലേ? മീൻ വറക്കുന്നുണ്ട്. അത് ഈ മീനല്ല, ചെമ്പല്ലി, ചെറിയ ചെമ്പല്ലി. ഓക്കെ, അത് വറക്കുന്നുണ്ട്. അപ്പൊ അത് കൂട്ടി നിങ്ങക്ക് ചോറ് തരാം. വരുമോ നിങ്ങള്? വരുവാണെങ്കിൽ മാത്രം. ഓക്കേ.